മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഉമർ മൗലവി. അയാൾ എഴുതിയത് പലപ്പോഴും കേട്ടതായതുകൊണ്ട് ഞാൻ ഇത് വായിക്കുന്നില്ല. സെൽസിബിയിൽ തുറന്നയാൾ എഴുതി 86 മാർച്ചിൽ വിശേഷങ്ങൾ ഹെഡിങ്ങിൽ എന്തേ മൗദൂദി സാഹിബിനും അക്ബറിന്റെ അവസാന ഭാഗം വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ജമാഅത്ത് ഇസ്ലാമി പാർട്ടി അവരുടെ ഓഫീസും പള്ളിയും ലൈബ്രറിയും ഓഡിറ്റോറിയവും മറ്റുമെല്ലാം ഉൾപ്പെടുന്ന മൻസൂറ എന്ന കോംപ്ലക്സിൽ മൗദൂദി സാഹിബിന് ഖബർ തയ്യാറാക്കി. കുടുംബം വീടിന്റെ മുറ്റത്തും ഖബർ തയ്യാറാക്കി. മൗദൂദി സാഹിബിന്റെ പേരിൽ വരുന്ന നേർച്ചകളും അക്ബറിക്കൈ മൗദൂദിയുടെ മക്ബറയിലേക്ക് നേർച്ച, റസൂലുള്ളാഹിന്റെ മക്ബറയിലേക്ക് വന്നാൽ ശിർക്ക്, മൗദൂദിയുടെ മക്ബറയിലേക്ക് വന്നാൽ ചൊർക്ക്. ആലോചിക്കുങ്ങള് ഇത് ഉമർ മൗലവി എഴുതുകയാണ്. ഇനി ഇത് തെറ്റാണെങ്കിൽ അയാൾ അക്കൗണ്ടിൽ വരവെക്കാന്നല്ല, ഞങ്ങൾക്ക് അതിട്ട് വന്നൊന്നുമില്ല. മൗദൂദി സാഹിബിന്റെ പേരിൽ വരുന്ന നേർച്ചകളും പാരിതോഷികങ്ങളും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കുടുംബം വാദിച്ചു. അങ്ങനെ പാർട്ടിയും കുടുംബവും തമ്മിൽ വലിയ തർക്കത്തിലായി. രണ്ടു കൂട്ടരും യോജിച്ചൊരു മധ്യസ്ഥ നിശ്ചയിച്ചു. മധ്യസ്ഥൻ കുടുംബത്തിന്റെ വാദം ശരിവെച്ച് വിധി പറഞ്ഞു. അങ്ങനെയാണ് വീടിന്റെ മുറ്റത്ത് ഖബറടക്കപ്പെട്ടത്. അവൻ സാക്ഷാൽ മൗദൂദിക്ക് മക്ബറ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനോ പ്രത്യക്ഷത്തിൽ യാതൊരു പ്രത്യേകതയും ഇല്ല. ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുടി, ആ മുടി മുക്കിയ വെള്ളം ബറക്കത്ത് ഉദ്ദേശിച്ച് കൂടുതൽ ആരാണോ സ്വതക്ക നൽകുന്നത്, അത് നമ്മുടെ പള്ളിയിലേക്കാവാം, മദ്രസ നടത്തിപ്പിനാവാം, ആരാണോ സ്വതക്ക കൊടുക്കുന്നതെങ്കിൽ ആ സ്വതക്ക കൂടുതൽ കിട്ടുന്ന ആളുകൾക്ക് നമ്മളത് കൊടുക്കാറുണ്ട്. എന്നാൽ അത് പരിഹസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഈ അടുത്ത തെരുവ് നാടകം കണ്ടിരുന്നു നിങ്ങൾ? ഞാൻ വ്യക്തമായി തന്നെ പറയട്ടെ, ലോക മുസ്ലിങ്ങളെ പാരമ്പര്യത്തെ ഹനിച്ചുകൊണ്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകൾ നിഷേധിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ട് മാത്രം ഇവർ ശരിയാവില്ല എന്ന് കണ്ടപ്പോ നാടകം നടത്താൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, തെരുവ് നാടകം. എന്നിട്ട് അതിൽ ഖലീൽ തങ്ങളുടെ രൂപം കെട്ടുക, വലിയ കുപ്പായം, താടിയൊക്കെ വെച്ചുണ്ടാക്കുക, വാല് വെച്ച തലയിൽ കെട്ടു. എന്നിട്ട് പറയാ ആനപ്പിണ്ടം പോലെയുള്ള തലപ്പാവും പനങ്കൊല പോലെയുള്ള താടിയും വെച്ച് ഏമ്പോക്കികൾ ഖലീൽ തങ്ങളെ സംബന്ധിച്ച് പരിഹസിക്കുക. ആര്? ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾ. ആ വിനയത്തോട് ചോദിച്ചോട്ടെ, 1921 മുമ്പ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്ന കുറെ അമുസ്ലിമീങ്ങൾ അല്ലേ? നമ്മളൊക്കെ പാരമ്പര്യം അങ്ങനെയാണല്ലോ. ഇപ്പോ 21 ശേഷം കൺവേർട്ടായിട്ട് വരുന്ന മുസ്ലിങ്ങൾ, നിങ്ങളൊന്നൊരു പഠനം നടത്തി വെക്കുക. 21 മുമ്പ് വന്നിരുന്നത് പോലെ ഇപ്പൊ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നുണ്ടോ? എന്തേ കാരണം? 21 മുമ്പ് ഇവിടെ ഖുർആൻ പരിഭാഷയില്ല, പെണ്ണുങ്ങളെ പള്ളിയിൽ പോണില്ല, ഒരൊറ്റ വനിതാ പ്രസംഗക ഇല്ല, വനിതാ വിങ്ങില്ല, സക്കാത്ത് ഫണ്ടില്ല, റിലീഫ് സെല്ലില്ല. പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ഉറുക്കും മന്ത്രം മേനസും പിഞ്ഞാണവത്തും മക്ബറയും ഉറൂസും നേർച്ചയും ബന്ധവും ഇതന്നുണ്ട്. ആത്മീയതയുണ്ട്. ഈ ആത്മീയത നേതാക്കളിൽ നിന്ന് മുസ്ലിം അനുയായികൾ മനസ്സിലാക്കി, അവരവരെ ബഹുമാനിച്ചു. അത് ജാടയല്ല, ബഹുമാനം, ആദരവ് കാണിച്ചു, ആരാധനയല്ല. ആ കാലഘട്ടത്തിൽ അത് കണ്ടു മനസ്സിലാക്കിയ മുസ്ലിങ്ങൾ ഇസ്ലാമിക്ക് വന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ തെരുവ് നാടകമൊക്കെ കണ്ടിട്ട് എത്ര ആളപ്പം ഇസ്ലാമിക്ക് വന്ന് അല്ലെന്ന് ആലോചിക്കുങ്ങളും. നമ്മുടെ ഖലീൽ തങ്ങള് മലപ്പുറത്ത് സലാത്ത് നഗറിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലി ആത്മാർത്ഥമായിട്ട് കരഞ്ഞു ദുആ ചെയ്യുമ്പോ, ഒരു മരിച്ച വീട്ടിൽ ചെന്ന് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മയ്യത്തെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും അമുസ്ലിങ്ങൾക്ക് നമ്മുടെ ഭക്തി താല്പര്യം വരും അല്ലേ? ഈ തെരുവ് നാടകം തങ്ങന്മാര് മേലിമിങ്ങൾ പരിഹസിക്കുന്നത് പോരാ. രോഗിയെ കൊണ്ടുവരിക, ഒരു കേനയിൽ വെള്ളം, ഇത് കാർക്കിച്ച് തുപ്പുക, ഇതാ മന്ത്രിച്ചൂതൽ, ഇതാണ് മന്ത്രിച്ചൂതൽ. എന്നിട്ട് ക്യാമ്പയിൻ. ആത്മീയത കച്ചവടമല്ല. ജമാഅത്താർ ക്യാമ്പയിനായിരുന്നു. ഇവരുമായി പറയുന്നതൊക്കെ കച്ചവടാക്കി മാറ്റുകയാണ്, ലേലം വിളിക്കുകയാണ്, മന്ത്രിച്ചൂതി പൈസ ഉണ്ടാക്കുകയാണ്. ഇത് വിമർശിക്കുന്ന അതേ ജമാഅത്ത് ഇസ്ലാമി അവരുടെ നേതാവിന്റെ സാധനം ലേലം വിളിച്ചു. ഇത് പ്രബോധനത്തിന്റെ 98 ഡിസംബറിലെ പ്രബോധനമാണ്. ഞാനേ ഇതൊന്നും വിമർശിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഈ ശൈലി പറയുന്നത്. നിങ്ങളൊന്ന് ഉൾക്കൊള്ളാം. ഇപ്പൊ നിങ്ങൾ കേട്ടാ മതി, പൊരിയിൽ ചെന്ന് ഒഴിഞ്ഞു ചിന്തിച്ചോ, എന്നിട്ട് തീരുമാനം എടുത്തോ. അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ആരും കൂടെ മത്സരിക്കണമൊന്നുമില്ലല്ലോ. അള്ളാഹു അങ്ങനത്തെ വിധി നമുക്ക് തരാതെ കെട്ടേ നമ്മൾ പോയാൽ. പിന്നെ എന്തിനാ പാളെ കൂട്ടിയത് പറയുന്നത്? 10 ആളേറെ കിട്ടാനല്ല, തെറ്റിദ്ധരിച്ച് നരകത്ത് ചാടാതിരിക്കാനാണ്.
അത് സംബന്ധമായ അറിവുള്ള ആളുകൾ പറഞ്ഞു തരണമല്ലോ. ഇപ്പൊ ഇത് വെറുക്കുന്ന നിങ്ങൾ ആഖിറത്തിലെത്തുമ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ കോളർ പിടിക്കും. എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? അതുകൊണ്ട് വേണമെങ്കിൽ കേട്ടോളൂ, ഉൾക്കൊണ്ടോളൂ, തള്ളിക്കോളൂ, കേട്ടോളൂ. പേനലേലം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഒരു ചോദ്യം. സുന്നികൾ മദ്രസക്കും പള്ളിക്കും ധനശേഖരണാർത്ഥം നടത്തുന്ന മതപ്രസംഗ പരമ്പരയിൽ കോഴിമുട്ട മുതൽ പല വസ്തുക്കളും ഉയർന്ന സംഖ്യക്ക് അതിന്റെ ബർക്കത്ത് മനസ്സിലാക്കി ലേലം ചെയ്ത് വിൽക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കോഴിമുട്ട മാത്രം 1000-ഓ 2000-ഓ രൂപയ്ക്ക് വിളിച്ചെടുക്കുന്നു. ഈ സമ്പ്രദായം ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയല്ലെന്നായിരുന്നു ഈ കുറിപ്പുകാരൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ജമാഅത്ത് ഇസ്ലാമി സ്ഥാപക നേതാവ് അബുലാല മൗദൂദിയുടെ ഒരു പേന 24 ലക്ഷം രൂപക്ക് ലേലം ചെയ്തതായി പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. മഹാസാധു എന്ന് പറയും 24 ലക്ഷം റുപ്യൊക്കെ മൗദൂദിന്റെ പേന ലേലം ചെയ്തെടുത്തിട്ടുണ്ട് പോലും. ഇതേപ്പറ്റി മുജീബിന്റെ അഭിപ്രായം കേട്ടോളൂ. പി കോയാമു മാവണ്ടി ഇവരാ ചോദിച്ചത്. ഉത്തരം: ലേലം അനിസ്ലാമികമല്ല. ഒറ്റടിക്ക് നിങ്ങള് മുക്രിക്കാന്റെ മകനുണ്ട്, കുന്തം കടത്തിയിട്ടാള് തന്നെ. സുന്നത്തമായത്തിന്റെ ആളുകൾ പഴയ കാലത്ത് മദ്രസയും പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സമയം കുറെ നഷ്ടപ്പെട്ടാലും എന്തെങ്കിലും ചെയ്ത് തബറുക്കര കൊടുത്ത് ലേലം ചെയ്തിട്ട് സുന്നത്തമായത്തിനും മദ്രസക്കും പള്ളിക്കും കാശുണ്ടാക്കിയപ്പോ പഞ്ചത്വം, യാഥാസ്ഥികത്വം, പൗരോഹിത്യം, സങ്കുചിതത്വം, മോശം എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകൾ സ്വന്തം നേതാവിന്റെ പേന ലേലം ചെയ്തപ്പോ ഒറ്റടിക്ക് ലേലം ഇസ്ലാമികമല്ല. ഒരു വസ്തുവിന് പരമാവധി തുക ഈടാക്കാനുള്ള വിഹിതമായ മാർഗമാണ് ലേലം. പിന്നെന്തല്ല, അവിഹിത മാർഗമല്ല. ഇപ്പൊ കുടിച്ചതാ കള്ള്, ഇപ്പഴേ തിരിഞ്ഞ് വികടങ്ങൾ. നമ്മുടെ ലേലത്തിനെയും മതത്തിനെയും കളിയാക്കാനാണ് തെരുവ് നാടകം നടത്തിയത്. ഇല്ലെങ്കിൽ എന്ത് തെരുവ് നാടകം നടത്തണം? എന്നിട്ട് ഇപ്പൊ പറയുന്നതോ വിഹിതമായ മാർഗമാണ് ലേലം. മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി ആളുകൾ സംഭാവന ചെയ്യുന്ന വസ്തുക്കൾ വൻ തുകക്ക് ലേലത്തിൽ പോകുന്നത് ആ വസ്തുക്കൾക്ക് ബറക്കത്ത് കൽപ്പിച്ചത് കൊണ്ടല്ല. പിന്നെന്തേത്തനായി വിളിക്കണത്? ബന്ധപ്പെട്ട സ്ഥാപനത്തിന് പരമാവധി സംഭാവന സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോട് സഹകരിച്ചത് കൊണ്ടാണ്. കേട്ടോ, മൗലാന മൗദൂദിയുടെ പേനക്ക് ചിലരുടെ കണ്ണിൽ ചരിത്രപരമായ കൗതുകമായ പ്രാധാന്യം എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. നിങ്ങള് ബർക്കത്തില്ലാന്ന് ആദ്യം പറഞ്ഞല്ലോ. ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കുക. അങ്ങനെ എത്തിക്കാൻ ചായ വേണമെന്നില്ല, ചുടുവെള്ളല്ലേ, നന്നാക്കിയ ചൂടാക്കിയാൽ മതി. ലേശം പൊടി ഇട്ടളാ, ഏതായാലും കുറച്ച് പഞ്ചാര ഇട്ടളാ, എന്താ ചായാറിനെ പരാതി. ഇതിങ്ങനെ ചോദിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മൗലാന മൗദൂദിയുടെ പേനക്ക് ചിലരുടെ കണ്ണിൽ ചരിത്ര കൗതുകപരമായ പ്രാധാന്യമുണ്ട്. മുൻഗാമികളായ മഹാന്മാർ ഉപയോഗിച്ച പല വസ്തുക്കളും മ്യൂസിയങ്ങളിലും മറ്റും സൂക്ഷിക്കാറുണ്ടല്ലോ. ഇത് സംപൂജ്യമോ ആരാധ്യമോ ആയി കരുതാത്തിടത്തോളം അതിൽ തെറ്റുണ്ടെന്ന് പറയാനാവില്ല. അതിനാൽ മൗദൂദിയുടെ പേന പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി ഫണ്ടുണ്ടാക്കാൻ ലേലം ചെയ്തത് നിർദോഷകമായ നടപടി മാത്രമാണെന്ന് മുജീബ് കരുതുന്നു. ആലോചിച്ച് കാണി, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടിക്ക് ബറക്കത്ത് കണക്കാക്കിയാൽ അത് തെറ്റ്, മഹാന്മാർക്ക് ബറക്കത്ത് കണക്കാക്കിയാൽ അത് തെറ്റ്, ഉള്ളാത്തപ്പാപ്പ മന്ത്രി ചൂരിയ തേന് അത് ബറക്കത്ത് കണക്കാക്കി ലേലം വിളിച്ചാൽ അത് തെറ്റ്. മൗദൂദിയുടെ ഒയന്ന 25 പേന, ആ പേന 24 ലക്ഷം ലേലം വിളിച്ചാലോ അത് നല്ല മുന്തിയ കാര്യം. നിങ്ങൾ ആലോചിച്ചോ, ഏത് മൗദൂദി? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മൗദൂദി മറക്കരുത്. ആ മൗദൂദി അയാളെ പേനക്ക് ബർക്കത്ത്. ഇത് ഇവിടെ മാത്രല്ല, ഇമാംകാരെ 5 ഇസ്ലാംകാരാക്കിയത് മുതൽ മുഴുവൻ തലതിരിഞ്ഞിട്ടാണ്. ഉദാഹരണത്തിന് തെരുവ് നാടകത്തിലൂടെയും അല്ലാതെ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കുന്നതാണ് ഉറുക്കും മന്ത്രം മേലസും പിഞ്ഞാണമെഴുത്തും ആത്മീയത ഉണ്ടാക്കുന്ന ഹദ്ദാദ് റാത്തീബിന്റെ സദസ്സുകളടക്കമുള്ള സദസ്സുകൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ കഴിഞ്ഞ 19 കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ നേട്ടം അവർ തന്നെ ലേഖനമാക്കി എഴുതി പറയുന്നത് എന്താ അറിയോ? ഹദ്ദാദ് റാത്തീബ് കൊല്ലാതെയാക്കാൻ കഴിഞ്ഞു, മന്ത്രമൊക്കെ പോക്കാൻ കഴിഞ്ഞു. നമ്പർ ഇങ്ങനെ ഇട്ടിട്ട് പറയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന പാർട്ടി കൂട്ടത്തിൽ മുജാഹിദിന് എണ്ണിയിൽ വേണമെങ്കിൽ റൈറ്റപ്പ് ഞാൻ വായിച്ചു തരാം. കേരളീയ മുസ്ലിം സമൂഹത്തിലുണ്ടായ അതിമഹത്തായ ഈ മാറ്റങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി കേരള നേതൃത്വ മുജാഹിദിൽ പോലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ
ചിന്തിച്ചോളിങ്ങൾ. ചക്കിക്കൊത്ത ചങ്കര വക്ക് പൊട്ടി ചട്ടിക്ക് കണമുറിഞ്ഞ കയ്യിൽ ഇവർക്ക് പറ്റി യോജിപ്പന്നെയുള്ളത്. എന്തുകൊണ്ട്? രണ്ട് കൂട്ടർക്കും ഞാൻ പറഞ്ഞ കണക്ഷൻ പാരമ്പര്യമല്ല. ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചല്ലോ. ഇനി വേണമെങ്കിൽ അതിന് തെളിവ് ഞാൻ എല്ലായിടത്തും പറയുന്നത് കൊണ്ട് ഇവിടെ പറയാതിരുന്നതാണ്. ഇതാണ് ആ ഗ്രന്ഥം മൗജൂദ മുസൽമാൻ സിയാസി കശമകശ്. ഈ ഗ്രന്ഥത്തിൽ മൗദൂദി തുറന്ന് പറയുന്നുണ്ട്, ഞാൻ പുതിയതാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, കിൽമുൽ കലാമിലും ഫിക്കിലും പുതിയതുള്ളത് മാത്രമല്ല, എന്നാ പാരമ്പര്യമായിട്ട് വന്ന മതം അല്ല എൻ്റെ കയ്യിലുള്ളത്. ഇതിന്റെ 18ാമത്തെ പേജിൽ തുടങ്ങി 19ാമത്തെ പേജിൽ അവസാനിക്കുന്ന രീതിയിൽ അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. 19 തുടങ്ങി 20 അവസാനിക്കുന്ന രീതിയിൽ തങ്കീദോ ताकीकी की सलाहियत पैदा करने के बाद पहला काम जो मैंने किया वो यही था, बेरो का कदा अपने गिद्दन से उतार पेंगा जो मुझे मीरास में मिली थी. വ്യക്തമായ രീതിയിൽ മൗദൂദി പറയാം. എന്ത്? ഖുർആനിലും സുന്നത്തിലും ഗവേഷണം നടത്താനുള്ള കഴിവ് കിട്ടിയ ശേഷം ഞാൻ ആദ്യം ചെയ്ത പ്രവർത്തനം ഇതാ. ജീവനില്ലാതെ കടക്കുന്ന മതത്തിന്റെ ചങ്കര പാരമ്പര്യ മതം ഞാൻ എൻ്റെ പെരടിയിൽ നിന്ന് ഉത്താർ പേങ്ക അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞു. ഇങ്ങനെ പാരമ്പര്യം പൊട്ടിച്ചപ്പോൾ നബി തങ്ങളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. പിന്നെ പാരമ്പര്യം പൊട്ടിച്ച മൗദൂദിക്ക് പിന്നെ മതം എവിടെ നിന്ന് കിട്ടിയെന്നാണ്. അത് നേരത്തെ ഞാൻ വായിച്ച റൂദാദെ ജമാഅത്ത് ഇസ്ലാമി ആ ഗ്രന്ഥത്തിൽ തന്നെ വേറെ സ്ഥലത്ത് തുറന്ന ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊരു പുതിയ മതമാണ്, ഞാൻ പുതുവിശ്വാസിയാണ്, പഴയതൊക്കെ ഒഴിവാക്കി പുതിയതിലേക്ക് ചേർന്നു. തെബീലികാരും പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ ടീമാണ് നമ്മുടെ ഉദ്ദേശമാണ്. മേരെ സഹീറുൽ ഹസൻ മേരാ മുദ്ദ കോയി പത്താനഹി അത് ദീനി ദഅവത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അബുൽ ഹസൻ അലി നദിവേൻ എഴുതുന്നുണ്ട്. സഹീറുൽ ഹസന്റെ ശിഷ്യനെ വിളിച്ചിട്ട് തെബീലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ പിന്നെ ഷാ മുഹമ്മദ് ഇല്യാസ് പറഞ്ഞു ഉത്തരേ സഹീറുൽ ഹസൻ മേരാ മുദ്ദ കോയി പത്താനഹി സഹീറുൽ ഹസൻ, എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ലോക സമചിത്ത് തഹരീക്കെ സ്വലാത്ത് ആളുകളെ മനസ്സിലാക്കിയത് ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടിയാണ്. മേ കസംപേ കവിത്താകൂ, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഈ അർഗിസ് തഹരീക്കെ സ്വലാത്ത് നഹി, ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടിയെ അല്ല. ഏക് റോസ് ബഡി അസത്ത് ഫർമായ, ഒരു ദിവസം അതീവ ദുഃഖത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, മിയാ സഹീറുൽ ഹസൻ, പ്രിയപ്പെട്ട സഹീറുൽ ഹസൻ, ഏക് നയി ഖൗം പൈദാ കർനി ഹേ, ഒരു പുതിയ ടീം ഉണ്ടാകണം നമ്മുടെ ലക്ഷ്യം. തബ്ലീഗുകാരുടെ ലക്ഷ്യം അങ്ങനെയാണ്. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ തന്നെ കേട്ടോളൂ. ഉസ്കെ ബാദ് സബ്സെ പഹലെ മൗലവി സാഹിബ് ഉഠേ, എല്ലാത്തിനും ശേഷം മൗദൂദി എഴുന്നേറ്റ് നിന്നു. അങ്ങനെ കലിമ യാദാക്കിയ കലിമ പുതുക്കി ചൊല്ലി ശേഷം അദ്ദേഹം പറഞ്ഞു, മേ അജ് സറെ നൗ ഇമലാത്ത ഓർ ജമാഅത്ത് ഇസ്ലാമി ശരീക് ഹോതാ ഹൂം, ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇതുവരെയുള്ള എല്ലാ വിശ്വാസം വലിച്ചെറിഞ്ഞ് ഒരു പുതിയ മുസ്ലിം ആയിരിക്കുന്നു. പിന്നെ ബേസ് കിട്ടിയത് അതിങ്ങനെ ഖുർആനിൽ കൂടെ നടന്നപ്പോൾ ഇയാൾക്ക് തോന്നിയത് കുറച്ച് കിട്ടി, അതായത് പറയും ചെയ്യും. എന്തുകൊണ്ട്? മുൻകാലത്തെ മുഫസ്സിരിങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റി വെക്കണമെന്ന് അയാൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ സുന്നത്തൊക്കെ ഗവേഷണം നടത്തുമ്പോൾ ഒരിക്കലും തന്നെ പഴയ കാലത്തെ തഫ്സീർ ആവശ്യമല്ല. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാണ് ഈ പിന്നെ തങ്കീഖാത്ത് ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ തുറന്ന ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുന്നത് 238ാമത്തെ പേജിൽ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അത് തഫ്സീറിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഒരു പ്രൊഫസർ ഉണ്ടായാൽ തന്നെ മതി. ഞാൻ പറയുന്നത് ഇത് തീരെ ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാനാണ്. പറയാം, ഖുർആൻ के लिए किसी तफसीर की आदत नहीं, लेकिन एक आला दर्जा का प्रोफेसर काफी है. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ മുഫസ്സിറിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു പ്രൊഫസർ ഉണ്ടായാൽ മതി. കാല പറഞ്ഞു, ബക്ക കരഞ്ഞു, ഞാ വന്നു, ബാബ പോയി. ഇങ്ങനൊക്കെ അർത്ഥം വെക്കാൻ പറ്റിയ പ്രൊഫസർ ഉണ്ടെങ്കിൽ ഖുർആൻ അർത്ഥം വെക്കാം. വേറെ സ്ഥലത്ത് ഇയാൾ പറയുന്നത് ഖുർആനും ഹദീസും ഒക്കെ പഠിക്കേണ്ടതാ തഫ്സീറും ഒക്കെ, പക്ഷെ പുരാണ സഹീഹി പഴയ ഗ്രന്ഥങ്ങൾ പറ്റൂല. അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് വന്നപ്പോ അവർക്ക് കിട്ടിയ മെച്ചങ്ങളാണ് ഇതിൽ എഴുതുന്നത്. എന്താണ്? ഹദ്ദാദ് നിർത്താൻ കഴിഞ്ഞു, മൗലൂദ് നിർത്താൻ കഴിഞ്ഞു, മാല നിർത്താൻ കഴിഞ്ഞു, നേർച്ചകൾ വേണ്ടതുപോലെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ആത്മീയമായി ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ നിർത്തൽ ചെയ്തു. അതെ, ജൂതന്മാരുടെ ഉദ്ദേശം അത് തന്നെ. എന്തേ? ആത്മീയത മുസ്ലിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു കാര്യവും നടക്കാൻ പാടില്ല, പകരം ഭൗതികത ഉണ്ടാക്കുന്ന ഏതൊക്കെയുണ്ടോ എല്ലാ കാര്യങ്ങളും നടക്കണം. അതിവിടെ നടപ്പിൽ വരുത്തി. അതിനുദാഹരണം മാലയും മൗലൂദും ഹദ്ദാദും റാത്തീബും
കുത്തുബിയത്തും സിയാറത്തും എല്ലാം നിർത്തൽ ചെയ്ത ശേഷം ജമാഅത്ത് ഇസ്ലാമിക്കാർ നടപ്പിൽ വരുത്തിയ നല്ല നല്ല കാര്യങ്ങൾ എന്താ നോക്കിക്കോ. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടിയുടെ നോട്ടീസാണ്. കേരളത്തിൽ അവരുടെ ഏറ്റവും വലിയ സ്ഥാപനം ഏതാണ്? ശാന്തപുരത്തുള്ള ഇസ്ലാമിയ കോളേജ്. ആ കോളേജിന്റെ വാർഷികാഘോഷത്തിൽ നോട്ടീസായി ഞാൻ ഇത് വായിക്കുന്നത്, നമ്മളും അവരും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ, നമ്മൾ ആഖിറത്തിലേക്ക് ഇൻഷാ അല്ലാഹ് സമ്പാദിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും, തഹ്ലീൽ ചൊല്ലും, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ. അതേ സമയത്ത് ഇവരാണെങ്കിലോ അങ്ങനെയുള്ള ഒരു ഏർപ്പാടും നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ബിസ്താം റളിയല്ലാഹു തആല അരികിലേക്ക് വന്ന് മഴയില്ലാതെ വിഷമം പറഞ്ഞപ്പോ, മക്കളില്ലാത്ത വിഷമം പറഞ്ഞപ്പോ, കച്ചവടം കിട്ടാത്ത വിഷമം പറഞ്ഞപ്പോ എല്ലാറ്റിനും ഇസ്തിഗ്ഫാർ ചെല്ലാൻ പറഞ്ഞില്ലേ? ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാറ്റിനും നിങ്ങൾ ഇസ്തിഗ്ഫാർ പറഞ്ഞത്? ഉടനെ പറഞ്ഞു, നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാം വന്നപ്പോ ഒറ്റമൂലിയായിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു പഠിപ്പിച്ച മരുന്നായി ഇസ്തിഗ്ഫാർ. ഈ ഇസ്തിഗ്ഫാർ ദിക്ർ ഹൽഖ, അതുപോലെ തഹ്ലീൽ, അതുപോലെ സ്വലാത്ത്, അതുപോലെ മൗലിദ്. എന്നാൽ അതൊക്കെ തെറ്റാണ്, അത് കുറ്റമാണ്. ജമാഅത്ത് ഇസ്ലാമി 50 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ലേഖനം എഴുതിയ ജമാഅത്ത് ഇസ്ലാമി അവർ നടത്തുന്ന കാര്യങ്ങളോ കേട്ടോളൂ. ഇസ്ലാമിയ കോളേജ് ശാന്തപുരം 41ാം വാർഷിക സമ്മേളനം 1996 ജനുവരി 6-7 തീയതികളിൽ കലാപരിപാടികൾ. നമ്മളെ കോടമ്പുഴ ദാറുൽ മാരിഫ് വാർഷികം, ദാനം പറയാ, അല്ലെ മർക്കസ് സുന്നിയ വാർഷികം, അതിന്റെ പരിപാടികൾ എന്താ ഉണ്ടാവുക? ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ദുആ സമ്മേളനം, ഖലീൽ തങ്ങൾ നടത്തുന്ന ദിക്ർ ഹൽഖ, ഉത്ബോധനം, പേരോടെ ദ്രമസഖാഫി, അല്ലെ പിന്നെന്താ ബുർദ ആലാപനം, ബുർദ ആസ്വാദനം, മൗലിദ് പാരായണം, ദിക്ർ ഹൽഖ, ആത്മീയ സദസ്സ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഇതൊക്കെയാണ് നമ്മൾ നടത്താറുള്ളത്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് കേട്ടോളൂ, കൊച്ചിൻ ഷരീഫ് നയിക്കുന്ന ഗാനമേള. ആഖിറത്തുള്ളതാണ്, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നതാണ് കേട്ടോളൂ. സംഗീതം ഗഫൂർ മലപ്പുറം, നമ്മൾ ഉത്ബോധനം സംഗീതം ഗഫൂർ മലപ്പുറം. നാടൻ കലകൾ, ദഫ്മുട്ട്, പരിചമുട്ട്, ഒപ്പന, കോൽക്കളി ആഖിറത്തുള്ളതാണ്. സ്വർഗത്ത് കിടക്കാൻ പറ്റിയതാണ്. റഹ്മത്തിന് മലക്കെ ഇറങ്ങും. കോൽക്കൽ തകതല്ലത്തെ എന്ന് പറഞ്ഞാൽ റഹ്മത്തിന് മലക്കുകൾ ഇറങ്ങും. ഒപ്പന ഗിരിഗിരി ചേർക്കുമ്പോൾ ഒപ്പന പൊട്ടിയാൽ റഹ്മത്തിന് മലക്കുകൾ ഇറങ്ങും. നമ്മളാണെങ്കിലോ ബിസ്മിയും മന്ദും സലാത്തും സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ ചൊല്ലുവാൻ ചാനത്തിനാല് 100 ബാദുൽ വത്ത് ഫക്കായ മക്കാദിക്കതിൽ ഉരിത്തേ. റഹ്മത്തിന് മലക്കുകൾ വരൂല. എന്തേ? അള്ള പൊരുത്തപ്പെട്ട നബി സബീന്റെ മദ്ഹ. അപ്പൊ റഹ്മത്തിന് മലക്കുകൾക്ക് അലർജി. ഓം തെരടേ ആ റഹ്മത്തിന് മലക്കൾക്ക് തൃപ്തി. നിങ്ങൾ കണക്കൂട്ടി, നിങ്ങൾ കമ്പയർ ചെയ്തോ. നാടൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചോ. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ചിന്തിക്കൊന്നും വേണ്ട, അബ്ദുൽ കലാമിന്റെ ബുദ്ധിയും വേണ്ട, നാടൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചോ. തീർന്നിട്ടില്ല. നേർച്ചപ്പെട്ടി. അല്ലാഹ്, ഇതെന്താ സംഭവം? അവർക്ക് നേർച്ചപ്പെട്ടില്ല. പിന്നെ ആക്ഷേപ ഹാസ്യ കാവ്യ ശില്പം. ഇനി അടുത്ത പരിപാടി കേട്ടു, മോട്ടോർ മൈം. അർത്ഥം വെച്ചോളി. ഉന്തും തള്ളുന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പഠിച്ച ഒരു മുറി ഇംഗ്ലീഷ് പ്രകാരം അങ്ങനെയാണ് അർത്ഥം വരാം. ഉന്തും തള്ളുള്ളൂ. ഇനിയിപ്പോ അതും ഒരു ഇബാദത്ത് അല്ലാഹു. ജമാഅത്തുകാരെ കോളേജ് നടക്കുന്ന പരിപാടിയാണ്. നമ്മള് അസ്റല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ വസറഫല്ലാഹു ശർറൽ മുദീൻ. അർഹമുർ റഹീമായ റബ്ബേ, ഫലസ്തീനിൽ, ഗുജറാത്തിൽ, ആസാമിൽ, ഒറീസയിൽ, ഭിവണ്ടിയിൽ, അല്ലേ അവിടേക്കാണ് അതൊക്കെ വെക്കേണ്ടത്. ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബിൽക്കീസിനെ പോലെയുള്ള ആളുകൾ കേസിന് വേണ്ടി രംഗത്തിറങ്ങിയ കാരണത്താൽ പുറത്തിറങ്ങാൻ ഭീതിയോടുകൂടെ നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ സബർമതിയിൽ കേട്ട് പേടിച്ചുകൊണ്ട് കൂറുമാറ്റം നടത്തുമ്പോൾ, മാറാട് ബീച്ചിലെ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ട് ജാമ്യം പോലും നിഷേധിക്കപ്പെടുമ്പോൾ, ബാബരികൾ തകർക്കപ്പെടുമ്പോൾ, ഗുജറാത്ത് വറങ്ങലിക്കുമ്പോൾ, സദ്ദാമിന്റെ ശേഷം ഇറാഖ്
കോരിത്തരിക്കുമ്പോൾ അമേരിക്കയിലെ ആംഗിയമ്മാവൻ കൊണ്ടുവന്ന് പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊലക്കത്തിക്കറിയാക്കുമ്പോൾ അസ്റഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശർറൽ മുദീൻ. ജോർജ് ബുഷ് അടക്കമുള്ള, ഏരിയൽ ഷരോൺ അടക്കമുള്ള, ബിൽ ക്ലിന്റൺ അടക്കമുള്ള എല്ലാവരും നേതാക്കന്മാരും അവരെ ഷെറിനെ തൊട്ടോ മുസ്ലിങ്ങളെ കാക്കണം റബ്ബേ, അവർ എല്ലാ ഷറുകളും തിരിക്കണം റബ്ബേ, മുസ്ലിങ്ങൾക്ക് നന്മ കൊടുക്കണേ റബ്ബേ എന്ന് നമ്മൾ ചെല്ലുമ്പോൾ അത് അനിസ്ലാമികം, അനാചാരം, ദുരാചാരം, അന്ധവിശ്വാസം ഇത് പ്രചരിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഇറാഖ് തെളിയില്ലേ? പുഷ്പുള്ള നടത്തിയാൽ ജോർജ് ബുഷിന് വല്ലതും പറ്റൂലേ? മുസ്ലിങ്ങൾക്ക് വയറെന്നറിയില്ലേ? പോരാ മാജിക് ഷോ, മിമിക്സ് പരേഡ്, മുള്ളും മലരും, ബില്ലടിച്ചാം പാട്ട്, ഗതകാല സ്ത്രീ, സംഗീത ശില്പം, അന്തേവാസികൾ, ലഘു നാടകം, ഇന്ദ്രസഭയിലെ ഈനാം പേച്ചുകൾ, ബില്ലടിച്ചാം പാട്ട്, ചന്ദ്രോദയം, സാമൂഹ്യ നാടകം, മാഷ് മരിച്ചിട്ടില്ല, ശല്യം തുടരുന്ന മനസ്സിലാണ്, ആക്ഷേപഹാസ്യ നാടകം. ചെറിയ ബുദ്ധിയുണ്ടെങ്കിൽ, പരലോക ചിന്തയുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കൾ ഒരു സെക്കൻഡ് ആലോചിക്കുക. ഈ വായിച്ച 10-30 പരിപാടിയിൽ ഒന്ന് വോട്ട് ഒന്നിന്റെ പൊട്ടുണ്ടോ പടച്ചോൻ പൊരുത്തപ്പെടുന്നത്? ഈ രീതിയിൽ ഭൗതികതയിലേക്കാണ് ജമാഅത്ത് ഇസ്ലാമി നമ്മളെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി എത്രത്തോളം എവിടെ എത്തിയും ചോദിച്ചാൽ പരിശുദ്ധ മക്കയിലേക്കുള്ള കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്താൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോ ശബരിമല പോയിട്ട് അങ്ങനെ അമ്പലം ചിറ്റിയാൽ മതി എന്നാ. ഞാൻ ആദ്യം മൗലൂദ് എതിർത്തു, മാല എതിർത്തു, അങ്ങനെയാണുള്ളത്. തുടക്കത്തിൽ ക്രമേണ ഓരോന്ന് ഇങ്ങനെ ഇല്ലാതെയാക്കലാണ്. ഇപ്പൊ ഒന്നും വേണ്ട, മരിച്ചോടത്തൊക്കെ തന്നെ ഓത്ത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളാണ് ഇതിലൊക്കെ സങ്കടം ആലോചിച്ച് നോക്ക് നിങ്ങൾ. റഹ്മത്തിന്റെ മലായിക്കത്തിന് വരാനുള്ള എല്ലാ ചാൻസും നഷ്ടപ്പെടുത്തല്ലേ? ഒന്നും വേണ്ട, ജമാഅത്ത് നേട്ടം പറഞ്ഞപ്പോ അങ്ങനെയൊക്കെയാണ്. ഈ നേട്ടം കൊണ്ട് നമുക്ക് വന്ന കോട്ട മനസ്സിലാക്കാനും പറയാണ്. പഴയ കാലത്തിന് മുസ്ലിം വീട്ടിലേക്ക് വേണ്ട, ഇപ്പോ തന്നെ ഒരു സുന്നി വരച്ച വീട്ടിലേക്ക് രാത്രി കയറി ചെല്ലുമ്പോ നല്ല കൂട്ടത്തോടെയുള്ള ഖുർആൻ പാരായണം, റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ സുഗന്ധത്തിന്റെ വാസന. എന്തൊരു അന്തരീക്ഷ! നേരെ മറിച്ചിട്ട് ഒരു ജമാഅത്ത് ഇസ്ലാമി മരിച്ചു എന്ന് വെച്ചു, ഒരു മുജാഹിദ് മരിച്ചു എന്ന് വെച്ചോ, ഒരു പ്രവർത്തകൻ, എന്താ അവിടെ ഉണ്ടാവുക? അയാളെ ഡെഡ് ബോഡി നിങ്ങളവിടെ കടത്തിയിട്ടുണ്ടാവും അല്ലേ? ഒരു തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിന്റെ തലഭാഗത്തൊരാൾ ഇരിക്കുന്നുണ്ടാവും, ഒരു SIOക്കാരൻ. എന്തിനാണത്? ആരെങ്കിലും കാണാൻ വരുമ്പോ കേടുന്ന കാറിന്റെ ബോണറ്റ് തുറന്നു കൊടുക്കണ മാതിരി പതുക്കാനെ പൊന്തിച്ചു കൊടുക്കും. ഈ കാണാൻ വരുന്നവനോ LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലി ചെന്ന് കണ്ടാമണത്തിന് നോക്കുമ്പോൾ അങ്ങനെ നോക്കുകയും ചെയ്യും. കഴിഞ്ഞ് ഇതാപ്പം മയ്യത്ത് കാണൽ, മരണച്ചടങ്ങ് പങ്കെടുക്കൽ ഇതാ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയാളെ മുറ്റത്ത് ചത്തെടുക്കൊണ്ട് പയ്യുണ്ട് അല്ല, ഉദാഹരണം പറയാം, അത് നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറയാം. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ മുറ്റത്ത് ഒരു പശു ചത്തു. ആ പശുവിന്റെ പ്രത്യേകത എന്താ? ചാക്കിട്ട് മൂടിയിട്ടുണ്ടാവും. അത് കാണാനാള് 25 ലിറ്റർ കറക്കുന്ന പശു ഒക്കെ ആകുമ്പോൾ പരിസരത്തുള്ളവർക്ക് വരും. പിന്നെ ഏറെ വന്ന എന്താ ഉണ്ടാവുക? നിങ്ങള് ഈ ആജിക്ക മരിച്ചാൽ, ജമാഅത്തുകാരൻ മരിച്ചാൽ അവിടെ വന്നിട്ട് ഖേദം പറയേണ്ട ആളുണ്ടാവും. ഓ, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, എന്താ ആരോഗ്യമുള്ള ആളായിരുന്നു, പരോപകാരിയായിരുന്ന, ഒരാളും വെറുപ്പിച്ചിരുന്നില്ല. അജിക്ക് ഇന്നലെയും കൂടെ ഈ കൂടെ നടക്കുന്നത് കണ്ടതല്ലേ, എന്ത് ചെയ്യാനൊരു നെഞ്ഞുവേദന, ഇത്ര പെട്ടെന്ന് പോകുന്ന ആരും നനച്ചിരുന്നില്ല, ഇത് ചെയ്യാനാ ദൈവഹിതം. അംശങ്ങൾ വന്നിട്ട് പറയും. ആ പോക്ക് നേരെ ചത്ത പയ്യന്റെ അടുത്തേക്കും പോകും. ചെന്നിട്ട് ഇങ്ങനെ, ഓ കിടപ്പ് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ, എത്ര വർഷമായി, 25 ലിറ്ററല്ലേ കറന്നിരുന്നത്, 3 മക്കളെ കെട്ടിച്ചതുകൊണ്ടല്ലേ. ഇതിന്റെ പാല് കൊണ്ട് മോര് കുടിക്കാത്തൊരു പരിസരത്താരോ കാണുമോ? കൊച്ചു കുട്ടികൾക്ക് പോലും കറക്കാൻ ഇണക്കുള്ള സൈസായിരുന്നു, എന്ത് ചെയ്യാനാ, ഇന്നലെ കൂടെ ഓടിയതാ, റബ്ബർ പാല് കുടിച്ചു, ദൈവഹിതം. എന്താ മാറ്റുള്ളൂ? നിങ്ങൾ ആലോചിച്ചു എന്താ മാറ്റുള്ളത്? ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥ ഞാൻ പറയാ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് മയ്യത്തെടുക്കുമ്പോഴോ, സുന്നിയാണെങ്കിൽ ബഹുമാനപ്പെട്ട അൻസാരികളും സ്വഹാബത്തെ കാണിച്ചതനുസരിച്ച്, റസൂലുള്ളാഹി പഠിപ്പിച്ചതനുസരിച്ച് ലക്കിനു മൗതാക്കും സൂറത്ത് യാസീൻ അല്ലേ, സൂറത്ത് യാസീൻ ഓതും, അൽ ഫാത്തിഹ ഓർഡർ ചെയ്യും, എല്ലാവരും ഖുർആൻ ഓതും,
എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ഹയ്യിനാ വ മയ്യിത്തിനാ വ ശാഹിദിനാ വ ഗായിബിനാ അടുത്ത് ദുആ നടക്കും. കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന മയ്യിത്തിന് വേണ്ടി റെക്കമെൻഡ് ആണ്. മയ്യിത്ത് എടുക്കല്ലേ. ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് മറ്റുള്ള കൊണ്ടുപോകാം ജമാഅത്ത് തന്നെ വെച്ചാലോ ഖുർആൻ ഓതാൻ പാടില്ല, ശിർക്ക് ദ്വാരക്കാൻ ഒന്നുമില്ല. കുളിപ്പിച്ച് 3 കഷ്ണം തുണി പൊയിഞ്ഞിട്ടാണ് കിട്ടും. എന്നാ പിന്നെ എടുക്കല്ലേ, എടുക്കുക. മുറിച്ചിട്ട് തേക്ക് മൂറ്റി മില്ലിക്ക് എടുക്കണ മാതിരി അത് എടുക്കുക തന്നെ. അല്ലെങ്കിൽ അത് ഗൗരവ അനുമതിയാണ്. നമ്മളാണ് കിടക്കുന്നത് സങ്കല്പിച്ചു നോക്കുന്നത്. എന്തെങ്കിലും ശരിക്കൊരു ആത്മീയത, ഒരു ഭക്തി ഇത് കണ്ടവരാ മുസ്ലിംസ് നമുക്ക് വരും. ഇതാ തെരുവുനാടകത്തൂടെ പരിഹസിക്കുന്നത്. ഇനി കൊണ്ടുപോണ സമയത്താണെങ്കിലോ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭക്തിയിൽ ചൊല്ലുകയാണ്. ഇവരാണെങ്കിലോ നിലമ്പൂർ ഫോറസ്റ്റിൽ തേക്ക് മുറിച്ചിട്ട് ഫോറസ്റ്റ് ഗാർഡ് പോലും അറിയാതെ അന്തിപ്പാതിരാക്ക് പതുക്കെ ചാലിയാറ്റിക്ക് കൊണ്ടുപോകണ മാതിരി കട്ടുകൊണ്ടുപോകണ മാതിരി കൊണ്ടുപോകുക. ഉണ്ടാൻ പാടില്ല. ഇനി മയ്യിത്ത് മറവ് ചെയ്തിട്ടുണ്ടെങ്കിലോ സ്വഹാബത്ത് വസിയത്ത് ചെയ്തതുപോലെ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്ത് മണ്ണ് പരത്തിയാൽ ഒരൊട്ടകത്തെ അറുത്ത് ദാനം ചെയ്യുന്ന ടൈം നിങ്ങൾ ചുറ്റുഭാഗത്ത് നിൽക്കണോ, നമ്മൾ നിന്ന് ദുആ ചെയ്യാൻ. ഇവരാണെങ്കിലോ അത് ശരിക്കും നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒഴിവാക്കി ഒരു കോഴിക്കുഞ്ഞിനെ കുഴിച്ചിട്ട് പോയ ലാഘവത്തോടെ കുഴിച്ചിട്ട് പോരുകയാണ്. നോക്കൂ, വല്ല കണക്ഷൻ ഉണ്ടോ? ഈ കണക്ഷൻ വിച്ഛേദിക്കുകയാണ് മൗലൂദ് സാഹിബ് ആദ്യമായിട്ട് ചെയ്തത്. അത് ചെയ്തിട്ട് പിന്നെ ചെയ്യുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ പിന്നെ രീതിയിലുള്ള പാട്ടും കളിയും ഡാൻസും ഒപ്പനയും ഒക്കെ. എന്തുകൊണ്ടാ അത് ചെയ്യേണ്ടി വന്നതെന്നറിയോ? മൗദൂദി സാഹിബ് ആദ്യം തന്നെ തുറന്നെ പറഞ്ഞു, ഈ ജമാഅത്ത് ഇസ്ലാമി എന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നുമല്ല, അള്ളാഹു വഹി കൂടെ അറിയിച്ചുണ്ടാക്കിയതുമല്ല. അതെന്താണ്? അതെന്തോ ഒരു ഭൗതിക പ്രസ്ഥാനമാണ്. അതവരുടെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രബോധനം 1995 ഏപ്രിലാണ്. ഇതിലൊരു ചോദ്യം, മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ചോദ്യത്തിന്റെ ഹെഡിങ്. ഈ ചോദ്യം ഇങ്ങനെ കൊടുത്തതിന് ശേഷം പറയുന്നത്, ചോദ്യത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയേണ്ട മുസ്ലിം ലീഗും ജമാഅത്തും ഇത്രമാത്രം അകലാൻ യഥാർത്ഥ കാരണം എന്താണ്? നാട്ടിൻ പുറങ്ങളിൽ സുന്നികൾ, EKAP ഗ്രൂപ്പുകൾ, ഇസ്ലാഹി പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്നിവർ ഒരുമിച്ച് ജമാഅത്തിനെ ശക്തമായി എതിർക്കുന്നു. എന്തുകൊണ്ട്? ഇതിന് മറുപടി ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് പറയാം, സ്വാഭാവികമായ എതിർപ്പുകളും ന്യായമായ ഭിന്നാഭിപ്രായങ്ങളും ആശയപരമായ വിയോജിപ്പുകളുമൊക്കെ തീർച്ചയായും ഉണ്ടാകും. പ്രവാചകന്മാർ ദിവ്യബോധനത്തിലൂടെ സ്ഥാപിച്ച പ്രസ്ഥാനമൊന്നും അല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി. അതെ, ഞങ്ങൾ പറയുന്നു അല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി. പിന്നെ എവിടുന്ന് കിട്ടിയതാ? ഇബ്ലീസിന്റെ ഇൽഹാമിലൂടെ മൗദൂദി തട്ടിപ്പടച്ചത്. ഇനി നിങ്ങൾ ചിന്തിച്ചോ, മൗദൂദി ഇപ്പൊ തന്നെ തുറന്ന്, ജമാഅത്ത് ഇപ്പൊ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രവാചകന്മാർക്ക് ദിവ്യബോധനത്തിലൂടെ സ്ഥാപിച്ച പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ആരും ഇതിൽ നിൽക്കേണ്ടതില്ല. പ്രവാചകന്മാർക്ക് ദിവ്യബോധം കിട്ടിയ മതമല്ല. ഇതെന്തിനാ പറഞ്ഞു വെച്ചെന്നറിയോ? നാളെ ആഖിറത്തിലെത്തുമ്പോ പടച്ചവൻ ജമാഅത്ത് ഇസ്ലാമിൽ കുടുങ്ങിയ ആളുകളെ പിടിക്കും. അപ്പൊ മൗലവിമാരെ ചൂണ്ടിക്കാണിക്കുമ്പം മൗലവി പറയും, ഞാനപ്പോ തന്നെ പറഞ്ഞിട്ടില്ലേ, പ്രബോധത്തിൽ എഴുതിയിട്ടില്ലേ, പ്രവാചകന്മാർക്ക് ദിവ്യബോധനം കിട്ടിയതല്ല. എന്തിനേറെ ഇത് ഈ അടുത്തിറക്കിയ ലഘുലേഖയാണ്. വാഴക്കാട് ജമാഅത്ത് ഇസ്ലാമി മേഖലാ സമ്മേളനം ഈ 2007 മെയ് 8 ചൊവ്വ വാഴക്കാട്. ആ ലഘുലേഖയിൽ പറയുന്നത് എന്താ അറിയോ? പരമ്പരാഗതമായ ഒരു സംഘടനയല്ല, ജീവിതത്തെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ഒരു കേവല മുസ്ലിം മതസംഘടനയായി ജമാഅത്തിനെ ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി മതസംഘടനയല്ല, ഒരു കേവല മതസംഘടനയായിട്ട് വിലയിരുത്തണ്ട. ഇത് പറയുന്നുണ്ട്. നേരത്തെ ഞാൻ വായിച്ച പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പ്, ആ പതിപ്പിൽ പറയുന്നുണ്ട്, പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു മതസംഘടനയല്ല, അധികാരം ലക്ഷ്യമാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, സാംസ്കാരികമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രത്യേകമായ തത്വവും അല്ല. അപ്പൊ എന്താ ജമാഅത്ത് ഇസ്ലാമി ഓർക്കെന്നെ എപ്പോഴും തീരുമാനമായിട്ടില്ല. കേട്ടോളി വായിക്കാം. 50ാം വാർഷികത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതാ. ജമാഅത്ത് ഇസ്ലാമി പരമ്പരാഗത ശൈലിയിലുള്ള ഒരു മതസംഘടനയല്ല. അപ്പൊ മതസംഘടനയല്ല മുറിച്ച് അധികാരം ലക്ഷ്യമാക്കിയ രാഷ്ട്രീയ പാർട്ടിയുമല്ല, അതുമല്ല ധാർമ്മിക മൂല്യങ്ങളുടെ പ്രചാരണത്തിന് മാത്രം നിലകൊള്ളുന്ന സാംസ്കാരിക സംഘടനയല്ല. പിന്നെ ദത്തപ്പത് കൊത്താമ്പി
രാഷ്ട്രീയ സംഘടനയല്ല, മതസംഘടനയല്ല, സാംസ്കാരിക സംഘടനയല്ല. നീ എന്തായിരിക്കും ഇപ്പത് സാധനം? കേട്ടോടി. മറിച്ച് നാനാജാതി മതസ്ഥരെ ദൈവിക സന്മാർഗത്തിൽ അണിനിരത്തി, തനക്കുള്ളാണ്, നാനാജാതി മതസ്ഥരെ ദൈവിക സന്മാർഗത്തിൽ അണിനിരത്തി വ്യക്തി സംസ്കരണത്തിലൂടെ ധാർമ്മികാടിത്തറയിൽ സമൂഹത്തിന്റെ പുനഃസംവിധാനവും രാഷ്ട്രത്തിന്റെ നിർമ്മാണവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരാദർശ വിപ്ലവ പ്രസ്ഥാനമാണ്. ഇപ്പൊ തിരിഞ്ഞങ്ങൾക്ക് അതാണ്. എഴുതിയാക്കും തിരിഞ്ഞിട്ടുണ്ടാവൂല, വായിച്ചോർക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല, കേട്ടോർക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്താ ജമാഅത്ത് ഇസ്ലാമി വെച്ചാൽ എന്തൊക്കെയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. ഇതുകൊണ്ട് തന്നെ പ്ലാച്ചിമടയിലെ സമരവും അതിന്റെ പുറമെ മേധാപട്കർ സ്വീകരണവും അതുപോലെ പറഞ്ഞു പറഞ്ഞ് എത്രത്തോളം ഡാർവിൻ സിദ്ധാന്തം പോലും ശരിയാണ് എന്നെടുത്തെത്തിയത്. നിങ്ങൾക്കറിയോ കഥ? ഇത് ഉള്ളിക്കറിഞ്ഞ് പഠിക്കണോ? ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രസിദ്ധീകരണമൊക്കെ ഒന്ന് വായിക്കണം. ഇതൊക്കെ വായിക്കും. ഞാനിപ്പോ വായിച്ച പ്രസിദ്ധീകരണമൊക്കെ ജമാഅത്തിൽ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ കണ്ണോടുകൂടെ വായിച്ചിട്ടില്ല. അത് വൈദ്യുതി കാടിട്ടുമ്പോഴല്ലേ മരുമ വരുന്നുണ്ടാവുള്ളൂ. അല്ലാത്തവരെ കാടിട്ടേൽപ്പിച്ച മരുന്ന് കാണൂല. അപ്പൊ നമ്മളെ കയ്യിൽ കത്തി എന്നിട്ട് വെടിപ്പാക്കാൻ പറഞ്ഞിട്ട് നമ്മളെ മലയിലേക്ക് കയറ്റിയാൽ അരമണിക്കൂർ കൊണ്ട് വെട്ടി അങ്ങനെ നിർത്തും. വൈദ്യരെ കൈ കത്തി ഓർത്ത് നോക്കുങ്ങള്, കുഞ്ഞന്റെ കൊട്ടൻ ചുക്കൻ തെച്ചി കുറുന്തോട്ടി നോക്കണൊക്കെ വരുന്ന അത് വൈദ്യരെ കണ്ടുപോകണം. ഞാൻ നിങ്ങളിങ്ങനെ വാങ്ങിയിട്ട് ജമാഅത്തിയൻ സാഹിത്യം എന്ന് മനസ്സിലാക്കി നിലക്കൊടിവാക്കിയ പോരാ. ശരിക്കും നിഷ്പക്ഷ കണ്ണോട് കൂടെ വായിക്കുക. അത് വായിക്കുമ്പോ തീർത്ത് മനസ്സിലാകും ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാം അതല്ല. അത് ഞാൻ പറയല്ലോ, ഉപോത്ബലമായിട്ട് മൗദൂദി എഴുതിയതല്ലേ. ഡാർവിൻ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്കൂളിലെ മാഷന്മാര് പോലും അംഗീകരിക്കാത്തതാണ്. കാരണം അങ്ങനെ ചങ്ങാതി സുഖമില്ലാത്ത ചങ്ങാതി എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ബാക്കി മിക്ക ആളുകളും തള്ളിക്കളയുന്നതാണ്. എന്നാൽ ആ ഡാർവിൻ സിദ്ധാന്തത്തെ സംബന്ധിച്ച് മൗദൂദിയുടെ പ്രസിദ്ധീകരണം പറയുന്നത് എന്താ? നിങ്ങള് സംഗതിയില് മനുഷ്യന്മാര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഡാർവിൻ സിദ്ധാന്തത്തില് ലേശൊക്കെ കാര്യം ഉണ്ട്. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി പരിശോധിച്ചു നോക്കുമ്പോൾ ഏകദേശം നമ്മൾ എത്തിച്ചേരുന്നത് ഡാർവിന്റെ സിദ്ധാന്തത്തിലേക്ക് തന്നെ. ഇത് IPH പുറത്തിറക്കുന്ന ജമാഅത്ത് ഇസ്ലാമി തന്നെ ആളുകൾക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി പുറത്തിറക്കിയ അവരുടെ ആഖുറം എന്ന TK ഉബൈദ് എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ വ്യക്തമായി അംഗീകരിക്കുകയാണ്. അതിന്റെ പുറമെ മൗദൂദി സാഹിബിന്റെ മുഴുവൻ സാഹിത്യം കൂടി ഓരോന്നിടത്ത് പരിശോധിച്ചു നോക്കിയാലും ആത്മീയതക്ക് തീരെ നിരക്കാത്ത കുറെ കാര്യങ്ങൾ ഉള്ളതിന്റെ പുറമെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ അമ്പലത്ത് പോയിട്ട് പിന്നെ അമ്പലം ചുറ്റുന്നതും അതുപോലെ മക്കത്ത് നിന്ന് കഴബ ചുറ്റുന്നതും ഏകദേശം ഒക്കെ തുല്യം തന്നെ. ഇത് ഞാൻ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ശരിക്കും ആ കണ്ണോട് കൂടെ നിഷ്പക്ഷമായി ഇന്ന് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതാ മാധ്യമം ഹജ്ജ് 2002 നേരത്തെ പറഞ്ഞല്ലോ. ഇന്ത്യ പറഞ്ഞത് ഇതൊരു മതസംഘടനയല്ല, സാംസ്കാരിക സംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയല്ല, നാനാജാതി മതസ്ഥരെയും ഒരാശയത്തിൽ ഏകീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു തത്വം. അതെ, ആ തത്വം പറഞ്ഞു എവിടെ എത്തി? ഇതിലെഴുതുക. ഹജ്ജ് സംബന്ധമായി മാധ്യമ സ്പെഷ്യലായിട്ട് പുറത്തിറക്കിയ പതിപ്പില് പൂണൂൽ ധരിച്ച ഹിന്ദുക്കൾ ക്ഷേത്രം വലം വെക്കുന്നത് പോലെയാണ് മേൽത്തട്ടം ധരിച്ച മുസ്ലിങ്ങൾ കഅബയെ വലം വെക്കുന്നത്. അത് പിന്നെയും കുറച്ചൊക്കെ നമുക്കൊന്നൊന്ന് പറയാൻ നിൽക്കാം. കാരണം ഈ തുല്യതാക്കിയത് വേഷത്തിലും രൂപത്തിലാണെന്ന് വെക്കാം. അല്ല, പരമാവധി നമ്മൾ ഒരു മനുഷ്യന് കാര്യം പറഞ്ഞാൽ നല്ല രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ദുർവ്യാഖ്യാനല്ല, പരമാവധി തിരിച്ചും മറിച്ചും വെച്ച് നന്നാക്കാൻ വല്ല പഴുതുണ്ടോ നോക്കി. ഒരു പഴുതും കണ്ടില്ല. റസൂലുള്ളാഹിയുടെ ജാറത്തിന് പ്രത്യേകത ഇല്ലാറിഞ്ഞാൽ എന്ത് പഴുത അവിടെ കാണാനില്ല. പ്രവാചകന്റെ ജാണ ജീർണിക്കും എന്ന് പറഞ്ഞാൽ എന്ത് പഴുത അവിടെ ഉള്ളത്? നബി സാധാരണ പോലെ ജനിച്ചു ജീവിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പഴുത അവിടെ ഉള്ളത്? ഇല്ല. അതോട് പഴുതുള്ളിടത്ത് ഞാൻ തന്നെ പറയുകയാണ്. ഇത് ചിലപ്പോ അങ്ങനെയാവാം. എന്നാ കേട്ടോളൂ, ഇനി പറയുന്നത് വ്യത്യസ്തമായ നാമങ്ങളിലും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളോടും വിശ്വാസങ്ങളോടും കൂടിയും അറിയപ്പെടുന്ന മതങ്ങൾ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, പിന്തോശി മതം, വ്യത്യസ്ത മതം. ഈ മതങ്ങൾ പരസ്പരം അന്യമായി ഗണിക്കുന്നതിനേക്കാൾ നല്ലത് അവ ഒരേ വിശ്വാസവും
തമ്മിൽ പൊരുത്തപ്പെടുന്ന അനുഷ്ഠാനങ്ങളും ഉള്ള ഒരേ മതത്തിന്റെ വ്യത്യസ്ത പതിപ്പുകളാണെന്ന് ധരിക്കലായിരിക്കും. അപ്പൊ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇങ്ങനെയൊക്കെ മദ്ഹബുകൾ വ്യത്യാസമുള്ളത് പോലെയാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇസ്ലാമാണോ കൂടി ചിന്തിച്ചോ? അതുകൊണ്ടാണ് ഇസ്ലാം ആരും ജമാഅത്തെ ഇസ്ലാമായത്. ഇത് ഇസ്ലാമല്ല, ജമാഅത്തെ ഇസ്ലാമാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ നബി പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം, അല്ലാഹു തആല പഠിപ്പിക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാമല്ലാത്ത മതത്തിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നാളെ പരലോകത്തെ പരാജയരുടെ ലിസ്റ്റിലാ. എന്തേ? എല്ലാ മതവും തുല്യമല്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർ പഠിപ്പിക്കുന്നതോ എല്ലാ മതവും തുല്യം തന്നെ. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ മറ്റൊന്ന് പറയും, പിറ്റേന്ന് മാറ്റി പറയും. ഉദാഹരണത്തിന് ഇത് 1971 ജമാഅത്ത് ഇസ്ലാമി പുറത്തിറക്കിയതാണ്. അത് പറയുന്നത് സക്കാത്ത് കൊടുക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നത് മുസ്ലിംകൾ സക്കാത്തിന് അവകാശികളല്ല, അവർക്ക് സ്വതക്ക കൊടുക്കാം, മറ്റു കാര്യങ്ങളാവാം. സക്കാത്ത് അത് വീടണമെങ്കിൽ മുസ്ലിംകൾക്ക് തന്നെ കൊടുക്കണം. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി 1971 സക്കാത്ത് അമുസ്ലിംകൾക്ക് കൊടുക്കാൻ പാടില്ല. അത് ചോദ്യോത്തരത്തിൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, ചോദ്യോത്തരത്തിൽ ശരിക്കും പറയുന്നത് അത് മതസുവാദത്തിന് ഓരോ നിയമമുണ്ട്. അതുകൊണ്ട് സ്വതക്കയാകാം, സക്കാത്ത് കൊടുക്കരുത്. എന്നാൽ അതേ ജമാഅത്ത് ഇസ്ലാമിയോ കുറച്ചു കഴിഞ്ഞപ്പോൾ സർവമത സത്യവാദത്തിലേക്ക് എത്തി. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ, ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. പട്ടിക്കാട് ശാന്തപുരത്ത് അവർ സക്കാത്ത് വിതരണം നടത്തിയ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ട് പറയുന്നത് സക്കാത്ത് ഫണ്ടിൽ നിന്ന് തന്നെ അവശരായ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യാനും പരിപാടി ഉള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. പി കമ്മുക്കുട്ടിക്കും മഹല്ലിലെ അരിജനായ കെ കുപ്പായനും തൈകൾ നൽകിക്കൊണ്ട് പ്രൊഫസർ MA ഷുക്കൂറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കുപ്പായം എന്ന് പറഞ്ഞാൽ ഇടുന്ന കുപ്പായല്ല, ഒരാളെ പേരാ. കുപ്പായന് നൽകിയ സക്കാത്ത്. ഞാൻ പറയുന്നത് ആരും പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ പാടില്ല, പിന്നെ പറഞ്ഞു കൊടുക്കണം. ഇത് നോക്കിക്കോളൂ, ഇത് 89 പ്രബോധനം. ഈ പ്രബോധനത്തിൽ ജമാഅത്ത് എഴുതുന്നത് റബീഉൽ അവ്വലിന് സ്വാഗതം, നഫീസ കുറ്റ്യാടി. അവർ റബീഉൽ അവ്വൽ പറ്റും, നബിദിനം കഴിക്കണം. ഇപ്പൊ പറയുന്നതോ നബിദിനം തെറ്റ്, അത് കഴിക്കാൻ പാടില്ല. ആ പാടില്ല എന്ന് പറയുന്ന അതേ ജമാഅത്ത് ഇസ്ലാമിക്കാർ തന്നെ റബീഉൽ അവ്വൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ജനിച്ച അന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് മറ്റൊരാഘോഷം നടത്തുകയാണ്. അതുപോലെ തന്നെ 1973 പ്രബോധനത്തിൽ എഴുതി സ്വഹാബത്തിന്റെ പ്രവർത്തനവും മഹാന്മാരുടെ വാക്കുകളും നോക്കുമ്പോ 3 തലാഖ് ഒന്നായി ചൊല്ലിയാലും 3ആയി തന്നെ പരിഗണിക്കും. ഇപ്പൊ ജമാഅത്ത് എന്നിട്ട് പറയുന്നു ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ. നോക്കിക്കോ നിങ്ങള്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ച അന്ന് മൗദൂദി സായി പറഞ്ഞു, പിന്നെ അള്ളാഹുവിന്റെ ഭൂമിയും അള്ളാഹുവിന്റെ ആകാശവും അള്ളാഹുവിന്റെ സൃഷ്ടികളും, അവിടെ അള്ളാഹുവിന്റെ നിയമം മാത്രമേ പറ്റൂ. അപ്പോ ജനാധിപത്യ രാഷ്ട്രത്തില് ഭൂരിപക്ഷം നോക്കിയിട്ടാണ് നിയമങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യൽ പോലും നിഷിദ്ധമാണ്. കേട്ടോളൂ, ഇവിടെ ഭൂരിപക്ഷം നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൊണ്ട് ജുംഹൂരി നദിയ के कबूल करना वो अकीदा तौहीद से मुनक़िस हो जाना है, യഥാർത്ഥ തൗഹീദ് എന്ന് പോലും വ്യതിചലനമായിട്ട് മാറും. ഇസിലിയേ ഹം कहते हैं, അതുകൊണ്ട് നമ്മൾ പറയുന്നു जो असेंबली या पार्लियामेंट मौजूदा जमाने के जमहूरी उसूलियों पर बनी है. ഈ കാലഘട്ടത്തിലെ പാർലമെന്റ് നിയമസഭയൊക്കെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉൻകി റുക്നിയത്ത് ഹറാം ഹേ, അതിൽ മെമ്പർ ആകൽ ഹറാമാണ്. ജമാഅത്ത് ഇസ്ലാമിയിൽ കൂടി ഒരാൾക്ക് ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കാൻ കഴിയില്ല. മെമ്പർ ആകൽ ഹറാമാണ്. ഓർ ഉൻകെ ലിയേ വോട്ട് ദേനാ ഭി ഹറാം ഹേ. മാത്രമല്ല വോട്ട് ചെയ്യൽ പോലും ഹറാമാണ്. കണ്ടോ നിങ്ങള്. അപ്പൊ ജനാധിപത്യ രാഷ്ട്രത്തില് ജീവിക്കാൻ പറ്റുന്ന ശൈലി പോലും ജമാഅത്ത് ഇസ്ലാമിക്കില്ല.
ആത്മീയത തീരെയില്ല. പിന്നെ ഉള്ളത് പാരമ്പര്യം, അതും ജമാഅത്ത് ഇസ്ലാമിക്കില്ല. എന്നിട്ട് അവസാനം എത്തിച്ചത് നേരെ കൊണ്ടുപോയി കേട്ടോളൂ, ഡാർവിന്റെ പരിണാമവാദം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ പരിവർത്തനങ്ങളിൽ വിശ്വസിക്കുവാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരാണ്. നോക്ക് നിങ്ങൾ, ആ പരിവർത്തനം വിശ്വസിക്കാൻ നിർബന്ധിതരാണ്. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആഖിറം എന്ന പുസ്തകം. ഇനി ഇതൊക്കെ അവർ വികലമായ വാദങ്ങൾ പറയുമ്പോൾ അതോടൊപ്പം യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയങ്ങൾ അംഗീകരിച്ച് നിബിതങ്ങളും സ്വഹാബത്തും താബീങ്ങളും താബിഈങ്ങളും അങ്ങനെ മഹാന്മാരാകുന്ന ആളുകൾ, ഈ ആളുകൾ അംഗീകരിച്ചാലോ, അവരെ കറാമത്ത് അംഗീകരിച്ചാലോ മൂജിസത്ത് അംഗീകരിച്ചാലോ, ആ കറാമത്തും മൂജിസത്തും മരണത്തോട് അവസാനിക്കാത്തത് കൊണ്ട് ജീവിതകാലത്ത് വല്ല കഴിവുകളും അവർക്കുണ്ടെങ്കിൽ മരണശേഷവും ആ കഴിവുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാന്മാരോട് സഹായാർത്ഥ നടത്തിയാൽ അത് ശിർക്കാണ്, കുഫറാണെന്ന് മാത്രമല്ല അത് ചെയ്യുന്നവർ മുശ്രിക്കുകളാണ്. എങ്ങനെ? മഹാന്മാരാകുന്ന അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു തആല കൊടുക്കുന്ന പവർ, അതേ മൂജിസത്തും കറാമത്തും, കറാമത്തിലും മൂജിസത്തിലും ആരെങ്കിലും വിശ്വസിച്ചാൽ അത് വിശ്വസിക്കുന്നവൻ കാഫിറാകുമെന്ന് വ്യക്തമായി എഴുതുന്നു. നോക്കിക്കോ, ഈസാ, ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ജിബ്രീൽ, മീകായിൽ തുടങ്ങിയ മലക്കുകൾ, വദ്, സുവാ തുടങ്ങിയ പൂർവികർ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ തുടങ്ങിയ മഹാന്മാക്കൾ, മുഹ്യിദ്ദീൻ അഹമ്മദ് റിഫായി തുടങ്ങിയ ശൈഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടെ പയറ്റുകയാണെന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഹബീബായ നബിത്തങ്ങൾ അടക്കം അംഗീകരിച്ച നബിയിൽ ഇസ്ലാം പഠിച്ച സ്വഹാബിയായ ഇബ്നു റളിയല്ലാഹു തആല അൻഹു യാ മുഹമ്മദ് എന്ന് വഫാത്തായ റസൂലുള്ളാഹിനെ നേരെ വിളിച്ച ആ ഇസ്തിയാസ നടത്തുന്ന സുന്നികൾ മുഴുവൻ മുശ്രിക്കാണ് എന്ന് പച്ച മലയാളത്തിൽ കെ.സി. അബ്ദുള്ള മൗലവി തന്റെ പരലോക ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നു. പോരാ, ഇനിയോ മുസ്ലിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ സാധുവായി ഞാനിപ്പോഴൊക്കെ പ്രസംഗിച്ച് ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആരെങ്കിലും പ്രസംഗിച്ചാൽ കണ്ടോ മുസ്ലിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, ഫിത്ന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നല്ലൊരു ആക്ഷേപം പറയുന്ന ഇവര് അനാവശ്യമായ ചർച്ചകൾ വലിച്ചിരുന്നു. ഉദാഹരണത്തിന് നോക്കിക്കോ, പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാഞ്ഞാൽ വല്ലാത്തടങ്ങേറി അതിനെതിർത്ത് പ്രസംഗിച്ചാലോ കണ്ടോ കാന്തപുരം പിന്തിരിപ്പനാണ്, ഘടികാരത്തിന്റെ സൂചി പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നു തുടങ്ങിയ ആക്ഷേപം. പക്ഷെ ഇസ്ലാമിൽ അതിന് ചർച്ചയുണ്ടോ? സ്വഹാബത്തുണ്ടാക്കി പള്ളിയിൽ പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോ പറയും നബി തങ്ങളുടെ ഭാര്യമാര് പോയിട്ടില്ലേ? സാധാരണ ജമാഅത്തെ ചോദിക്കാറുണ്ട്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വ്രതം എന്ന അബുല്ലാല മൗദൂദിയുടെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പോലും എഴുതിയത് കേട്ടോളൂ, ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ പോകുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ മൗദൂദി പോലും നിശിതമായി വിമർശിച്ച കാര്യമാണത്. പർദ എന്ന കിതാബിന്റെ കയ്യിലുണ്ട്, സമയം വൈകുമെന്ന് ഭയന്ന് ഞാനത് വായിക്കുന്നില്ല. അതിലൊക്കെ വ്യക്തമായി മൗദൂദി പറയുന്നത് जो काम मर्दों के लिए है उसके बिल्कुल बरअक्स काम औरतों के लिए है. ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന് ഏതൊരു വിധിയാണോ ആണുങ്ങൾക്കുള്ളത് അതിന് നേരെ എതിരാണ് പെണ്ണുങ്ങൾക്ക് വിധിയുള്ളത്. എന്നിട്ട് മൗദൂദി സാഹിബ് തന്നെ പറയുന്നുണ്ട്, മർദോं के लिए वो नमाज अफजल है, ആണുങ്ങൾക്ക് നല്ലത് ആ നിസ്കാരമാണ്. ജോ മസ്ജിദ് में जमात के साथ हो, പള്ളിയിൽ ജമാഅത്തായിട്ടുള്ള നിസ്കാരം. औरतों के लिए वो नमाज अफजल है, സ്ത്രീകൾക്ക് ഉത്തമം ആ നിസ്കാരമാണ്. ജോ घर में इंतहाई हलवत की हरत में हो, വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള നിസ്കാരം. ഇത് കാന്തവൻ ഉസ്താദ് പറഞ്ഞതല്ല, പേരോട് പറഞ്ഞതല്ല, പൊന്മള ഉസ്താദിന്റെ ഫത്വയല്ല. പിന്നെയോ പർദ എന്ന ഗ്രന്ഥത്തിൽ മൗദൂദി സാഹിബ് തന്നെ തുറന്ന ഭാഷയിൽ എഴുതിയതാ. എന്തിനേറെ മലയാളത്തിലേക്ക് വിവർത്തനം നടത്തിയ ജമാഅത്ത് ഇസ്ലാമിയുടെ വ്രതം എന്ന പുസ്തകം ഞാൻ വായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, നബിയുടെ പത്നിമാർ ഇത്തികാഫിരുന്നിരുന്നത് മസ്ജിദുൻ നബവിയിലായിരുന്നില്ല. നബി തങ്ങളുടെ ഭാര്യമാരെ ഇത്തികാഫിരുന്നിരുന്നത് മസ്ജിദുൻ നബവിയിലായിരുന്നില്ല, തങ്ങളുടെ മുറികളിലായിരുന്നു. തിരുമേനിയുടെ പത്നിമാർ എല്ലാവരുടെയും മുറികൾ മസ്ജിദുൻ നബവിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത്.
കണ്ടോ നിങ്ങള്? അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോലും പള്ളിയിൽ ഇത്തികാഫ് ഇരുന്നിട്ടില്ല. ഇത്തികാഫ് ഇരുന്നു എന്ന ഹദീസുകൾക്ക് ഊതി കൊടുക്കുന്ന അർത്ഥം അത് വീട്ടിലെ പള്ളിയിലാണോ, അല്ലാതെ മദീനത്തെ പള്ളിയിലല്ല. പക്ഷേ ഈ ആശയം നമ്മൾ പറയുമ്പോൾ അതിനെ എതിർക്കുകയും പിന്തിരിപ്പന്മാരാക്കി ചിത്രീകരിക്കുകയും ചെയ്ത ലോക മുസ്ലിങ്ങൾ ഐക്യം തകർക്കാൻ ഇനി ഞാൻ വായിക്കുന്നില്ല. മൗദൂദിയുടെ തന്നെ റസായിലോ മസായിൽ എന്ന ഗ്രന്ഥം, ഗ്രന്ഥത്തിൽ പറയുന്നത് ചാറോമിമാം, നാലിമാമീങ്ങളും അതിനെ തന്നെ പിൻപറ്റിയിട്ടുണ്ട്. ഏതാണത്? തറാവീഹ് നമാസ് 20 റക്അത്ത് പടി ജാത്തി ദേ, 20 റക്അത്ത് തറാവീഹാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ മൗദൂദിയുടെ അംഗീകരിക്കുന്ന ആളുകളാകുന്ന ജമാഅത്തുകാർ ചെയ്യുന്നതോ 8 റക്അത്ത് തറാവീഹ്. ഇതിനല്ലേ ഗണന നടക്കുന്നത്, അതല്ലേ വാഗ്വാദം നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ പുറത്തു പറഞ്ഞപ്പോ അവസാനം ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആരിഫ് അലി സാഹിബിന്റെ പ്രസ്താവന ഈ അടുത്ത പത്രത്തിൽ വന്നു. മൗദൂദിയുടെ എല്ലാ ആശയങ്ങളും ഞങ്ങൾ അംഗീകരിക്കണമെന്നില്ല. സുബ്ഹാന, വൃത്തിയായിട്ടുണ്ട്. എന്തേ? മൗദൂദി ഉണ്ടാക്കിയ ആശയത്തെ അവിടെ നിന്നും കൂടെ ഒന്നുകൂടെ പരിഷ്കരിപ്പിക്കാനാണ് ആധുനിക ജമാഅത്ത് ഇസ്ലാമിക്കാർ ശ്രമം നടത്തുന്നത് എങ്കിൽ പുഴുത്തതീ കൂടെ നായയും കാട്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഉള്ളതും കൂടെ തകരാറിലാവുകയാണ്. ഒന്നുകൂടെ ഞാൻ നിർത്തുന്നു. ആ പഴയ കാലത്തെ പാരമ്പര്യം പൊട്ടിച്ചെറിഞ്ഞ് മഹാന്മാരെ തള്ളിക്കളഞ്ഞ് തുറന്ന ഭാഷയിൽ തന്നെ പ്രവാചകന്മാർക്ക് ദിവ്യബോധനത്തിലൂടെ ലഭിച്ച പ്രസ്ഥാനമൊന്നും അല്ല ജമാഅത്ത് ഇസ്ലാമി തുറന്നു പറഞ്ഞ് രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമി ദിക്ർ ഹൽക്കകളും ഹദ്ദാദും ഉറുക്കും മന്ത്രം ഏറസും എല്ലാം പരിഹസിച്ചു തള്ളി. സ്ത്രീകളെ പോലും രംഗത്തേക്ക് ഇറക്കി മന്ത്രിച്ചൂതുന്നതിനെ പരിഹസിച്ച് തെരുവ് നാടകം കളിച്ച് നേരത്തെ ഞാൻ വായിച്ച നോട്ടീസിലുള്ളതുപോലെ ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലാത്ത കലാപരിപാടികൾ സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ ഈമാനിക ആവേശത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നുവെങ്കിൽ ഹബീബുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറായിൻ. ചാണിന് ചാണും മുഴത്തിന് മുഴവുമായി ഇതാ ജൂത ക്രൈസ്തവരെ പിൻപറ്റുന്ന ഒരു വിഭാഗം എന്റെ അനുയായികൾ വരുമെന്ന് റസൂലുള്ളാഹി പ്രവചിച്ചെങ്കിൽ അവരാണ് മതത്തെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മാറ്റി തിരുത്തിയത്. അതേ മൗദൂദിയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, എനിക്ക് ശരിയാണെന്ന് തോന്നിയത്. അവരാണ് മുൻകാല നേതാക്കന്മാരുടെ വിശദീകരണം തള്ളിയത്. ഗ്ലാസ്കോത്തും പെരസ്ട്രോയ്ക്കയും കൊണ്ടുവന്ന പോലെ ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റും കൊണ്ടുവന്നത്. ഇതേപോലെ മൗദൂദി തന്നെയാണ് തീരുമാനത്തിൽ മാറ്റം കൊണ്ടുവന്നത്. അവരാണ് നേതാക്കളെ തള്ളിയത്. ജമാഅത്ത് ഇസ്ലാമിയാണ് മൗദൂദിയടക്കം തള്ളിയത്. അവരാണ് ഇവിടെ ആണും പെണ്ണും മിക്സ് ആയിട്ടുള്ള ആരാധന കൊണ്ടുവന്നത്. അതാ ജമാഅത്ത് ഇസ്ലാമിയും കൊണ്ടുവന്നത്. അവരാണ് പെണ്ണുങ്ങളെ രംഗത്തേക്ക് ഇറക്കിയത്. അതേ ജമാഅത്ത് ഇസ്ലാമിയും പെണ്ണുങ്ങളെ രംഗത്തിറക്കുന്നു. 1.25 ലക്ഷം പ്രവാചകന്മാർ അല്ലാഹു മതപ്രബോധത്തിൽ പറഞ്ഞു വെച്ചിട്ടു. ഒറ്റ ഒന്നിനെ പോലും കഷായത്ത് കൂട്ടാനെങ്കിലും കുടുങ്ങുമ്പോൾ തെളിവാക്കാനെങ്കിലും ഉമ്മമാരെ ജമാഅത്ത് ഇസ്ലാമിൽ കുടുങ്ങിപ്പോയവരുണ്ടോ? അവർ വലുതാവിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ? ഒരു പെണ്ണിനെങ്കിലും മാതൃകക്കെങ്കിലും അല്ലാഹു കാണിച്ചു തന്നോ? റസൂലുള്ളാഹിക്ക് ശേഷം കൊല്ലങ്ങൾ 1400 കഴിഞ്ഞു പോയില്ലേ? 1350 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് രംഗത്തിറങ്ങി പ്രസംഗിച്ചതോ പുരുഷന്മാരോടുകൂടെ സ്റ്റേജ് പങ്കിട്ടതോ പറയാൻ കഴിയുമോ? അരിവുള്ളവരുമായിട്ട് പ്രശ്നമുണ്ടാകുന്ന സമയത്തെങ്കിലും ആയിഷ ബീവി ഭരണം ഏറ്റെടുക്കേണ്ടതായിരുന്നില്ലേ? ആയിഷ ബീവി ഏറ്റെടുത്തോ? പക്ഷേ അത്യാവശ്യത്തിന് യുദ്ധവേളയിൽ തിരിച്ചുവിട്ട വഴിയിൽ അവിടെ എത്തിപ്പെട്ടെങ്കിലും പിന്നീട് ബക്കർ നബി ബുയൂത്തിക്കുന്ന ആയത്തോതുമ്പോ ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് അവിടുത്തെ കുപ്പായി മുഖമൊക്കെ നിറഞ്ഞു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളില്ലേ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരും പള്ളിയിൽ പോയിട്ടില്ല എന്ന് മൗദൂദിൽ എഴുതുമ്പോ എന്തിന് കെട്ടിവരിച്ചിട്ട് നിങ്ങൾ കരയുന്ന മക്കളെയും പ്രായം ചെന്ന ഉപ്പാനെയും ദേഷ്യം പിടിക്കുന്ന ഭർത്താവിനെയും വീട്ടിൽ ഉപേക്ഷിച്ചിട്ടോ ഖിദ്മത്തിന്
കഴിയാതെ ഓ സഹോദരിമാരെ, നിങ്ങൾ എന്തിന് പള്ളിയിൽ പോകണം? അതുകൊണ്ട് ഞാൻ എന്റെ ജമാഅത്ത് ഇസ്ലാമിയിൽ കുടുങ്ങിപ്പോയ രക്ഷിതാക്കളോട് ഒരു കാര്യം ഉണർത്തുന്നു. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മയ്യിത്തോതണോ അതോ ചത്ത പശുവിനെ കടത്തും പോലെ കടത്തണോ? നമ്മുടെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണോ അല്ല തേക്കിന്റെ ഉറ്റി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നോ? നമ്മുടെ മയ്യിത്ത് ഖബർ കടക്കുമ്പോ സ്വതക്കയും ദിക്റും ദുആയും കിട്ടണോ? അല്ല കല്യാണത്തിന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസും കടലാസിന്റെ പ്ലേറ്റും അത് വലിച്ചെറിയുന്ന പോലെ നമ്മളെ വലിച്ചെറിയുന്നതിൽ പെടണോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അംഗീകരിച്ചോ? മക്കളെ പഠിപ്പിച്ചു കൊടുത്തോ? ഉമ്മമാരെ, നിങ്ങൾക്ക് ഫാത്തിമ ബീവിയുടെ കൂടെ, ആയിഷ ബീവിയുടെ കൂടെ, ഖദീജ ബീവിയുടെ കൂടെ സ്വർഗത്തിന് പോകണോ? അവരാരും ഈത്തിക്കാഫിരുന്നിട്ടില്ല, അവരാരും പള്ളിയിൽ പോയിട്ടില്ല, അവരാരും രംഗത്തിറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, അവരാരും വെറുതെ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലേക്ക് സ്വഹാബത്ത് ഇസ്ലാം കൊണ്ടുവന്നപ്പോ അവരുണ്ടാക്കിയ 10 പള്ളികളിലും പെണ്ണുങ്ങൾക്ക് കമ്പാർട്ട്മെന്റ് ഇല്ല, തിരിയുന്ന ഖുതുബകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മരണശേഷമുള്ള ജീവിതം ധന്യമാകണമെന്നും ലക്ഷ്യമായ സ്വർഗത്തിലെത്തണമെന്നും നമുക്ക് ചിന്തയുണ്ടെങ്കിൽ ആ പഴയ പാരമ്പര്യത്തിലേക്ക് മടങ്ങുക. ഹബീബായ നബി തങ്ങൾ സാധാരണക്കാരനാണ്, തെറ്റ് ചെയ്യുന്ന ആളാണ്, ജീർണിച്ച് ചീഞ്ഞു പോയിട്ടുണ്ട് എന്ന ആ വിശ്വാസത്തിൽ നിന്നും മാറി റസൂലുള്ളാഹി തങ്ങൾ സാധാരണക്കാരനാണെന്നും അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്നും ഇപ്പോഴും നമ്മുടെ പ്രസംഗവും പ്രവർത്തനവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ദുനിയാവിൽ വെച്ച് തന്നെ ഹെൽപ്പ് ലഭിക്കുമെന്നും ആഖിറത്തിൽ ഹൗദുൽ കൗസർ നമുക്ക് തരാനുള്ള നേതാവാണെന്ന് മനസ്സിലാക്കി അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഇസ്ലാമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ബാക്കി എല്ലാ പ്രസ്ഥാനത്തും തള്ളിക്കളയുക. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ ഇസ്ലാമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച് പിഴച്ചു പോയ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു ജല്ല ജലാൽ അവർക്കൊക്കെ ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചവർക്ക് സത്യം മനസ്സിലാക്കി യഥാർത്ഥ ആശയത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെയൊക്കെ പ്രസംഗവും പ്രവർത്തനവും നമ്മുടെയൊക്കെ എഴുത്തും ദർസും സ്ഥാപനവും ഒക്കെ ഒരു കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സന്തോഷത്തോടെ സുഖലോക സ്വർഗത്തിൽ കുടുംബസമേതം ഒരു ശിഷ്യന്മാർക്കൊപ്പം ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടുകൂടെ വാഹു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.